പ്രിയപ്പെട്ടവരെ, പുഷ്പനെക്കുറിച്ച് കഴിഞ്ഞൊരു എപ്പിസോഡിൽ ഞാൻ സംസാരിച്ചിരുന്നു. ഈ ലക്കവും സഖാവ് പുഷ്പനെക്കുറിച്ചാണ്. കഴിഞ്ഞ തവണ പറഞ്ഞതിൻ്റെ തുടർച്ച. ദീർഘമായതിനാൽ 2 ഘട്ടങ്ങളായി ഇത് പ്രസിദ്ധീകരിക്കുന്നു എന്ന് മാത്രം. കൂത്തുപറമ്പ് ഒരു സ്ഥലനാമം മാത്രമല്ല, രാജ്യത്താകെ നവലിബറൽ സാമ്പത്തിക നയങ്ങൾക്കെതിരെ ഇനിയും ആർത്തലച്ചുയരാൻ കാത്തിരിക്കുന്ന മഹാപ്രക്ഷോഭങ്ങൾക്ക് ആവേശകരമായ ഊർജം പകരുന്ന ഒരിടമാണ്. ആവേശകരമായ സമരങ്ങൾ ഒരുപക്ഷെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കാലത്ത് ബ്രിട്ടീഷ് ഇന്ത്യയിൽ മാത്രം കണ്ടിരുന്ന ആവേശകരമായ സമരത്തിൻ്റെ ചരിത്രം ഒരിക്കൽ കൂടി സ്വതന്ത്ര ഇന്ത്യയിൽ ആലേഖനം ചെയ്തു കൂത്തുപറമ്പ്. തീതുപ്പുന്ന തോക്കുകൾക്ക് മുൻപിൽ ധീരതയോടെ ചെറുപ്പം ആർത്തലച്ച് മുദ്രാവാക്യങ്ങൾ വിളിച്ച് വെടിയുണ്ടകളെ മുഖാമുഖം നേരിട്ടു. വെടിയേറ്റ് 5 പേർ മരിച്ചു. വെടിയേറ്റവർ, ഒരുപാട് പരിക്കേറ്റവർ ഒക്കെ ഇപ്പോഴും കൂത്തുപറമ്പിലും പരിസര പ്രദേശങ്ങളിലും ജീവിച്ചിരിക്കുന്നു. സഖാവ് പുഷ്പനാകട്ടെ നട്ടലിനേറ്റ വലിയ ക്ഷതം കാരണം പൂർണ്ണമായും കിടപ്പിലായി. 29 വർഷവും 10 മാസവും ആ കിടപ്പിൽ കിടക്കുമ്പോഴും സഖാവ് പുഷ്പൻ കൂത്തുപറമ്പിലെ വെടിവെപ്പിൽ വെടിയുണ്ടകളെ നേരിട്ട അതേ ഉശിരായിരുന്നു. പ്രിയപ്പെട്ട സഖാക്കളെ, പലതവണ വ്യക്തിപരമായി സഖാവ് പുഷ്പനുമായി സംസാരിച്ചിട്ടുണ്ട്, അരികിലിരുന്നിട്ടുണ്ട്. ഓരോ സന്ദർഭങ്ങളിലും അദ്ദേഹത്തിന് അറിയാനുണ്ടായിരുന്നത്, ഞങ്ങളിൽ നിന്ന് കേൾക്കാനുണ്ടായിരുന്നത് രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ നടക്കുന്ന DYFIയുടെ മുന്നേറ്റത്തെക്കുറിച്ചായിരുന്നു. സഖാവ് പുഷ്പൻ ഒരുപാട് നമുക്കെല്ലാം പഠിക്കാനുള്ള ഒരു പാഠപുസ്തകമാണ് എന്ന് ഞാൻ പറയും. കാരണം ഒരു തികഞ്ഞ കമ്മ്യൂണിസ്റ്റ് എങ്ങനെയായിരിക്കണം ഓരോ പ്രശ്നങ്ങളെയും വസ്തുതാപരമായും പ്രത്യയശാസ്ത്ര വീക്ഷണത്തോടെയും നിരീക്ഷിക്കേണ്ടത്, കാണേണ്ടത്. കൗതുകകരമായൊരു കാര്യമുണ്ട് സഖാവ് പുഷ്പൻ്റെ ജീവിതത്തിൽ. പുഷ്പൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നു, അപ്ഡേറ്റഡ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വായന, രാഷ്ട്രീയ വിവരങ്ങൾ അറിയുന്ന സോഴ്സ് ദൃശ്യമാധ്യമങ്ങളായിരുന്നു. കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങളെ നിരന്തരമായി പിന്തുടർന്നുകൊണ്ടിരുന്ന സഖാവ് പുഷ്പൻ ഒരു ഘട്ടത്തിൽ പോലും ആ വലതുപക്ഷ മാധ്യമങ്ങൾ ഒരുക്കിയ ചതിക്കുഴിയിൽ വീണില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. മാധ്യമങ്ങൾ ഉയർത്താൻ ശ്രമിക്കുന്ന അഭിപ്രായ രൂപീകരണം, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പൊതുബോധത്തെ അതിൽ പുഷ്പൻ വീണിരുന്നില്ല. കാരണം എല്ലാ വാർത്തകളെയും അതിൻ്റെ കൃത്യമായ സ്പിരിറ്റിൽ ഉൾക്കൊള്ളാനും, എന്നാൽ അതേസമയം ആ വാർത്തകളിലും ആ വിവരങ്ങളിലും തൻ്റെ പാർട്ടിയെ അറ്റാക്ക് ചെയ്യുന്നതിൻ്റെ കൂർമ്മബുദ്ധിയെ, ആ നിർദ്ദിഷ്ട താല്പര്യത്തെ സൂക്ഷ്മമായി നിരീക്ഷിക്കാനും വിലയിരുത്താനും സഖാവ് പുഷ്പന് സാധിച്ചിരുന്നു. എത്രയോ സന്ദർഭങ്ങളിലാണ് വിവിധ രാഷ്ട്രീയ പരിസരങ്ങളിൽ പുഷ്പനിൽ നിന്ന് ഇടതുപക്ഷത്തെ പ്രഹരിക്കാൻ കഴിയുന്ന സംഹാരശേഷിയുള്ള ഒരു ബൈറ്റ് കിട്ടുമോ എന്ന് തിരക്കി ആ വീട്ടിലേക്ക് എത്രയോ പ്രധാന മാധ്യമ പ്രവർത്തകർ കയറി ചെന്നിട്ടുണ്ട്. നിരാശരായി അവർക്കെല്ലാം മടങ്ങേണ്ടി വന്നതേയുള്ളൂ. സഖാവ് പുഷ്പൻ മരണം വരെയും അടിയുറച്ച കമ്മ്യൂണിസ്റ്റായിരുന്നു. ഇന്ത്യയുടെ നാനാഭാഗങ്ങളിൽ നിന്നും സഖാവ് പുഷ്പനെ കാണാൻ ഒരുപാട് പേർ വന്നിട്ടുണ്ട്. വന്ന എല്ലാവരും സഹതാപത്തിൻ്റെ മുഖവുമായിട്ടായിരുന്നില്ല മടങ്ങിപ്പോയത്. മറിച്ച് ആ സഹനസൂര്യൻ്റെ കർമ്മശേഷിയെ കണ്ട് അദ്ദേഹത്തിൻ്റെ ശക്തമായ ധൈഷണിക പ്രഭാവത്തിൻ്റെ മുമ്പിൽ എല്ലാവരും ആത്മവിശ്വാസത്തോടെയും ആവേശഭരിതരായുമാണ് ചൊക്ലിയിലെ ആ ചെറിയ വീട്ടിലെ ആ കുഞ്ഞുമുറി വിട്ടുപോയിട്ടുള്ളത്. ഒരൊറ്റ കിടക്കയിൽ 29 വർഷവും 10 മാസവും എനിക്കോ നിങ്ങൾക്കോ സാധിക്കുമോ? അത്രയേറെ സ്ഥൈര്യമുണ്ടാകുമോ? അത്രയേറെ ആത്മദൃഢതയുണ്ടാകുമോ? അതാണ് പറഞ്ഞത്, പുഷ്പനിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ടെന്ന്. ഒരു പരിഭവവും പുഷ്പൻ ഈ കഴിഞ്ഞ 3 പതിറ്റാണ്ടോളം കാലം ഒരാളോടും പറഞ്ഞിട്ടില്ല. എങ്ങനെ തൻ്റെ വർത്തമാനം കൊണ്ട്, തൻ്റെ ചിന്തകൾ കൊണ്ട് ഈ പ്രസ്ഥാനത്തിന് കൂടുതൽ ഊർജം പകരാൻ കഴിയും എന്നു മാത്രമായിരുന്നു സഖാവ് പുഷ്പൻ എക്കാലവും ആലോചിച്ചു കൊണ്ടിരുന്നത്. സഖാവ് പുഷ്പൻ കമ്മ്യൂണിസ്റ്റായി ജീവിച്ചു. DYFIയെ പ്രണയിച്ചു, അഗാധമായി പ്രണയിച്ചു. ഏറ്റവും ഒടുവിൽ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ഞാൻ സഖാവ് പുഷ്പനെ കാണാൻ പോകുന്നത് വയനാട് നിന്നാണ്. വയനാട് ദുരന്തഭൂമിയിൽ സന്ദർശനത്തിൽ നിൽക്കുമ്പോഴാണ് തലശ്ശേരി ആശുപത്രിയിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അഡ്മിറ്റായിരുന്ന പുഷ്പൻ ഹൃദയസ്തംഭനം വന്നു. ഒന്നിലേറെ തവണ. അതീവ ഗുരുതരമാണ്. ബേബി മെമ്മോറിയലിലേക്ക് അടിയന്തരമായി മാറ്റിയിരിക്കുന്നുവെന്ന് വിവരം അറിയുന്നത്. വയനാട്ടിൽ നിന്ന് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്ക് എത്തുമ്പോൾ സഖാവ് പുഷ്പന് വീണ്ടും ഒരിക്കൽ കൂടി ഹൃദയസ്തംഭനം വന്ന കാര്യം ഡോക്ടർ അറിയിച്ചു. അതീവ ഗുരുതരമായ ഘട്ടമാണെന്ന് പറഞ്ഞു. വെന്റിലേറ്ററുടെ സഹായത്തിൽ കൃത്രിമ ശ്വാസം അദ്ദേഹത്തിൻ്റെ ജീവൻ നിലനിർത്തിയിരിക്കുന്നു. കൂടെ നിന്ന് എല്ലാവരും. പക്ഷെ പുഷ്പൻ തിരിച്ചു വന്നു. എന്തൊരു ആത്മവിശ്വാസമായിരുന്നു ആ മനുഷ്യന്. ഈ പ്രതിസന്ധിയെ അതിജീവിക്കാൻ കഴിഞ്ഞത്, കാർന്നു തിന്നുന്ന വേദനയെ തോൽപ്പിക്കാൻ കഴിഞ്ഞത്, മുഖാമുഖം വന്നു ക്ഷണിച്ച മരണത്തെ മടക്കി അയക്കാൻ കഴിഞ്ഞത് പുഷ്പൻ്റെ ഉള്ളിൽ കത്തിജ്വലിച്ചു നിന്ന തികഞ്ഞ രാഷ്ട്രീയ ബോധത്തിൻ്റെ തിളക്കത്തിലാണ്, ശക്തിയിലാണ്. ഉറച്ച രാഷ്ട്രീയ ബോധവും
നിശ്ചയദാർഢ്യവുമാണ് സഖാവ് പുഷ്പനെ വ്യത്യസ്തമാക്കുന്നത്. അതുകൊണ്ടാണ് പുഷ്പൻ ഒരു പാഠപുസ്തകമാണ് എന്ന് പറയുന്നത്. സഖാവ് പുഷ്പൻ മരിച്ചു കിടന്നു. മരിച്ച് ബേബി മെമ്മോറിയലിൽ നിന്ന് കോഴിക്കോട് യൂത്ത് സെൻറ്ററിലേക്ക് എത്തിച്ചപ്പോൾ ഡൽഹിയിലായിരുന്നു ഞാൻ. വളരെ കൗതുകകരമായ ഒരു രാഷ്ട്രീയം പറയാൻ അവിടെ കഴിയുന്നത് മഹാനായ സഖാവ് സീതാറാം യെച്ചൂരിയുടെ വിയോഗത്തെ അനുസ്മരിച്ചുകൊണ്ട് സർവകക്ഷി അനുശോചന യോഗം ഡൽഹിയിലെ തൽക്കത്തോറ ഇൻഡോർ സ്റ്റേഡിയത്തിൽ തുടങ്ങാനിരിക്കുമ്പോഴാണ് പുഷ്പൻ്റെ നില അതീവ ഗുരുതരമാണെന്ന് ഫോൺ വരുന്നത്. അവിടെ എല്ലാ നേതാക്കളുമുണ്ട്. വളരെ ചരിത്രപരമായൊരു കൗതുകം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സഖാവ് പുഷ്പൻ്റെ മരണവാർത്ത സ്ഥിരീകരിക്കുമ്പോൾ സഖാവ് സീതാറാം യെച്ചൂരിയുടെ അനുസ്മരണ യോഗം ഔപചാരികമായി അവിടെ തുടങ്ങുന്ന അതേ നേരത്താണ്, ഏതാണ്ട് അതേ നേരത്ത്, അതേ നിമിഷങ്ങളിൽ പുഷ്പൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. സമീപകാലത്ത് നഷ്ടപ്പെട്ട രണ്ടു ധീര വിപ്ലവകാരികൾ, ഒന്ന് സഖാവ് സീതാറാം യെച്ചൂരിയും മറ്റൊന്ന് പുഷ്പനും എന്ന് നമുക്ക് ആ നിമിഷത്തിൻ്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് വേണമെങ്കിൽ ആ നിമിഷത്തെ ചൂണ്ടി പറയാൻ കഴിയും. സഖാവ് പുഷ്പനെ കാണാൻ ആയിരക്കണക്കിന് മനുഷ്യരാണ് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും വന്നത്. പുഷ്പനെ കണ്ട എല്ലാവർക്കും ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാകും. അത് മരിച്ചു കിടക്കുന്ന പുഷ്പനും മരണത്തിൻ്റെ മുമ്പിൽ ഭയന്നു വിറച്ചുപോയ പുഷ്പനെയല്ല നമുക്ക് കാണാൻ കഴിയുക. നിശ്ചലമായ ആ ശരീരത്തിൽ നോക്കുമ്പോൾ, മുഖത്ത് നോക്കുമ്പോൾ, ഇരു കൈകളും ചേർത്ത് പിടിച്ച് മുഷ്ടി ചുരുട്ടി ധീരതയോടെ വെടിയുണ്ടയുടെ മുമ്പിൽ നിൽക്കുന്ന, നിറതോക്കിൻ്റെ മുമ്പിൽ നിൽക്കുന്ന, കൊലക്കയറിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു ധീര പോരാളിയുടെ മുഖമായിരുന്നു മറയുമ്പോഴും സഖാവ് പുഷ്പന്. മരണത്തിൻ്റെ മുമ്പിൽ പോലും അദ്ദേഹം പതറിയിരുന്നില്ല. പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, മഹാനായ ഭഗത് സിംഗിൻ്റെ രക്തസാക്ഷിത്വത്തിന് സാക്ഷ്യം വഹിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞിട്ടില്ല, ഈ തലമുറയ്ക്ക് സാധിച്ചിട്ടില്ല. കൊലക്കയറിൻ്റെ മുമ്പിൽ ശിരസ്സുയർത്തി നിന്ന് ഇൻകുലാബ് വിളിച്ചാണ് സഖാവ് ഭഗത് സിംഗ് യാത്രയായത്. ഏണസ്റ്റോ ചെഗുവേരയ്ക്കു നേരെ നിറയൊഴിക്കാൻ ചെന്ന പട്ടാളക്കാരൻ പിന്നീട് അദ്ദേഹത്തിൻ്റെ അനുഭവം വിശദീകരിക്കുന്നുണ്ട്. നിറയൊഴിക്കാൻ തന്നെ അദ്ദേഹത്തിൻ്റെ കൈവിറച്ചുപോൽ. അത്രയേറെ മരണത്തെ മുഖാമുഖം വളരെ ധീരതയോടെ നേരിട്ട് നിൽക്കുന്ന ചെഗുവേരയെ ആ പട്ടാളക്കാരൻ പിൽക്കാലത്ത് അനുസ്മരിക്കുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, സർദാർ ഉദ്ധം സിംഗ് കൊലക്കയറിൻ്റെ മുമ്പിൽ ചെല്ലുമ്പോഴും ഭഗത് സിംഗിൻ്റെ ചിത്രം കയ്യിൽ പിടിച്ച് ധീരതയോടെ മരിച്ചു വീണയാളാണ്. എന്നെ എന്തിനു തൂക്കിലേറ്റുന്നു, എൻ്റെ നേരെ നിറയൊഴിക്കൂ എന്ന് പറഞ്ഞ എത്രയോ ധീര വിപ്ലവകാരികളുണ്ട്. കൊലക്കയറിൻ്റെ മുമ്പിൽ പോലും, മരണത്തിൻ്റെ മുമ്പിൽ പോലും പതറിപ്പോകാത്ത മഹാരഥന്മാർ, മഹാമനുഷ്യർ, അപൂർവതകളിൽ അപൂർവമായ അത്തരമൊരു രക്തസാക്ഷിത്വമാണ് സഖാവ് പുഷ്പൻ്റേത് എന്ന് നമുക്ക് പറയേണ്ടി വരും. മരണത്തിൽ പോലും ആ മുഖം വാടിയിട്ടില്ല. ധീരതയുടെ പ്രഭയോടെ സഖാവ് പുഷ്പൻ യാത്രയായി. പതിനായിരക്കണക്കിന് മനുഷ്യർ തടിച്ചുകൂടി. പോയ വഴികളിലെല്ലാം പുഷ്പവൃഷ്ടി. മനുഷ്യർ ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിച്ചവർ, കരഞ്ഞവർ, ചലതല്ലിയവർ, അങ്ങനെ ഒഴുകിയെത്തിയ ജനസാഗരത്തിൻ്റെ നടുവിൽ സഖാവ് പുഷ്പൻ്റെ ആ ധീരമായ മുഖത്തെ, ആ ശരീരത്തെ അഗ്നിനാളങ്ങൾ ഏറ്റുവാങ്ങി. തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നുമെല്ലാം DYFIയുടെ സംസ്ഥാന നേതൃത്വം തന്നെ നേരിട്ടെത്തി അന്ത്യോപചാരം അർപ്പിച്ചു. എല്ലാവരും എത്തി. CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറി സഖാവ് MV ഗോവിന്ദൻ മാസ്റ്റർ അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. CPIMൻ്റെ സമുന്നതരായ നേതാക്കൾ, വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവർ, അങ്ങനെ എല്ലാവരും. കേരളം ആ ധീര വിപ്ലവകാരിക്ക് ആവേശകരമായ യാത്രയയപ്പ് നൽകി. സഖാവ് പുഷ്പൻ എന്ന ധീര പോരാളിക്ക് മരണമില്ല. മരണമില്ലാത്തവൻ്റെ പേരത്രേ സഖാവ് പുഷ്പൻ. സഹന സൂര്യൻ്റെ പേരത്രേ സഖാവ് പുഷ്പൻ. അനശ്വരനായ പുഷ്പൻ ഇനിയും ഈ രാജ്യത്ത് നടക്കുന്ന സാധാരണ മനുഷ്യരുടെ നല്ല കാലത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾക്ക് ഊർജമായി നിലകൊള്ളും. രക്തസാക്ഷിക്കു മരണമില്ല, സഖാവ് പുഷ്പന് മരണമില്ല. രക്തസാക്ഷികളുടെ രാജകുമാരന് സഖാവ് പുഷ്പന് റെഡ് സല്യൂട്ട്.